അങ്കിളെ ഒരു ബിസിനസ് മീറ്റിങ്ങിനെ അങ്ങ് അമേരിക്കയിലേക്ക് പോയിരിക്കുക. മുട്ടായി കൊണ്ടുവരൂ. കൊണ്ടുവരുമല്ലോ. ഹലോ അജിത്, ഇപ്പൊ ഇങ്ങനെ ലീഗൽ നോട്ടീസിന് ആവശ്യം എന്താണ് നമുക്കിടയിൽ? എനിക്ക് വേണമെന്ന് തോന്നി. അറ്റ്ലീസ്റ്റ് നമ്മുടെ മോളെ കുറിച്ചെങ്കിലും ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം? അജിത്തിന്റെ കരിയർ മാത്രമാണ് പ്രയോറിറ്റി. പ്രിയ, ഞാൻ എന്റെ പ്രൊഫഷണൽ കാര്യത്തിൽ വന്നേക്കാണ്. ഐ ഹാവ് എ കേസ് മീറ്റിംഗ്. പ്ലീസ് ഡോണ്ട് സ്പോയിൽ മൈ മൂഡ്. അജിത്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഡിസ്കസ് അജിത്, ചെയ്യാം. സാറല്ലേ? ജോസഫ് സാർ. ആ വരൂ. കുടിക്കാൻ എന്തെങ്കിലും? ആയിക്കോട്ടെ. ഞാൻ അദ്ദേഹത്തെ വിളിക്കാം. ഓക്കെ. Excuse me, gentlemen. Hi. ജയൻ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു മകൻ എന്നെ കാണാനെത്തുമെന്ന്. ഇറ്റ് വാസ് ടോട്ടലി ആൻ അൺഎക്സ്പെക്റ്റഡ് കോൾ ഫ്രം ഹിം. എനിക്ക് തോന്നുന്നു വർഷങ്ങളായി കാണണം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടും മിണ്ടിട്ടുമൊക്കെ. ആൻഡ് അവരുടെ മകൻ ഇത്ര വലുതായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. യു ബിക്കം എ ബിഗ് മാൻ. താങ്ക് യു സാർ. പക്ഷേ ഇപ്പം എൻ്റെ വിസിറ്റ് ഒരു ഹാപ്പി മീറ്റിംഗ് അല്ല. സാറിനെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു. എൻ്റെ കക്ഷി മിസ്റ്റർ ഓസ്റ്റിൻ ജോസഫ്. നല്ല പരിചയമുള്ള പേര്. അച്ഛനും മകനും എന്നതിൽ നിന്ന് കക്ഷി, വാദി, പ്രതി ഒക്കെയായി. ദാറ്റ് ഈസ് ലൈഫ്. മക്കളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു, സ്വത്തിൽ അവകാശം വേണം എന്നതൊക്കെയാണ് കേസിന്റെ ഉള്ളടക്കം. കേസ് കാര്യമായിട്ട് പഠിക്കുന്നതിന് മുന്നേ തന്നെ പ്രതിസ്ഥാനത്ത് സാറാണെന്ന് മനസ്സിലാക്കിയപ്പം പേഴ്സണലി ഒന്ന് വന്ന് കാണണമെന്ന് തോന്നി. ദാറ്റ് ഈസ് വെരി നൈസ് ഓഫ് യു. സാർ, ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു കടുംപിടുത്തം വേണോ? കോടതിക്ക് പുറത്ത് കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ. മക്കൾ തെറ്റിപ്പിരിഞ്ഞ പിന്നെ സാർ ഒറ്റയ്ക്കാണെന്ന് ഓർക്കണം. ആര് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണെന്ന്? ഐ ഹാവ് ദിസ് യങ് ആൻഡ് ഹെൽത്തി ലേഡി വിത്ത് മീ. സാർ, ഈ നേഴ്സ് സെക്യൂരിറ്റി ഒക്കെ കൂടെ ഉണ്ടാവുന്ന എത്ര കാലം വിശ്വസിക്കാം? ഐ മീൻ, ഇവർക്ക് ഇവരുടെ ലൈഫ് ഉണ്ടല്ലോ. എക്സ്ക്യൂസ് മീ ജെന്റിൽമാൻ, ഐ ഫോർഗോട്ട് ടു ടെൽ യു, മീറ്റ് മൈ വൈഫ് ഹീറ. She is so beautiful, right? അജിത്ത്, ചായ കുടിക്കൂ. ഐ സ്റ്റിൽ റിമെമ്പർ ഇയേഴ്സ് എഗോ ഞാൻ ഈ ബിസിനസ് മീറ്റിനൊക്കെ പോയി വരുമ്പോൾ കൈ നിറയെ സ്വീറ്റ്സ് കൊണ്ടുവരും. രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഗേറ്റിനടുത്ത് നിന്ന് ഞാൻ മുഴുവൻ കൊടുത്തു തീർക്കും. ഞാനില്ലാത്ത ഡേയ്സിൽ ആ ജോലി സെക്യൂരിറ്റി ഏൽപ്പിക്കും. എമംഗ് ഓൾ, എന്നെ കണ്ടില്ലെങ്കിൽ അന്വേഷിക്കുന്ന ചുരുക്കം ചിലരിൽ ഒരു കൊച്ചുകുട്ടി മാത്രമായിരുന്നു അവൾ. അങ്ങനെ അത് കുറേ വർഷം തുടർന്നു പോന്നു. പിന്നെ കുറച്ചു കാലം അവളെ കണ്ടിട്ടില്ല. ബട്ട് വൺ ഡേ. നിക്ക് എങ്ങോട്ടാ കൊച്ചേ? എനിക്ക് അങ്കിളിനെ കാണണം. പെർമിഷൻ ഉണ്ടോ? ഇല്ല, എനിക്ക് അങ്കിളിനെ പറ്റൂല. കാണണം. സാറ് കണ്ട എന്റെ ജോലി പോകും. ചേട്ടാ, എനിക്കൊന്ന് പറഞ്ഞാ മനസ്സിലാവില്ല കൊച്ചേ. പ്ലീസ് ചേട്ടാ, പ്ലീസ്. പൊന്നു മോളെ, എന്റെ ജോലി പോണ കേസാ. പ്ലീസ് ചേട്ടാ, കാണണം ചേട്ടാ. വിടൂലെന്ന് പറഞ്ഞ വിടൂല. കണ്ടേ പറ്റുള്ളൂ ചേട്ടാ. എന്താണോ ചേട്ടാ, പെർമിഷൻ ഇല്ലാതെ കുട്ടി അകത്തിയത് പോകുന്നുമില്ല, പറഞ്ഞിട്ട് കേൾക്കുന്നുമില്ല.
കുടിക്കൂ. പേടിക്കണ്ട, കോമ്പൗണ്ടിൽ ആരെയും കയറ്റരുതെന്ന് ഞാനാണ് സെക്യൂരിറ്റിക്ക് സ്ട്രിക്റ്റായി നിർദ്ദേശം കൊടുത്തത്. അതാ അയാൾ ചൂടായ. ഡോണ്ട് വറി. ഇഫ് യു ആർ ഓക്കെ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. വാ ഹീര, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. അങ്കിൾ, ഞാൻ എങ്ങോട്ടും ഇല്ല. എനിക്കിനി ആ വീട്ടിലേക്ക് പോവണ്ട. അവരെന്നെ ഇനിയും ഉപദ്രവിക്കും. അങ്കിൾ ഇത് കണ്ടോ? What happened? Life is always with ups and downs. ചിലപ്പോൾ മാജിക് ഒക്കെ സംഭവിക്കും. ഏത് സിറ്റുവേഷനെയും ഹാപ്പി ആയിട്ട് ഫേസ് ചെയ്യാൻ പറ്റണം. ഓക്കെ യങ് ആൻഡ് ബ്യൂട്ടിഫുൾ ലേഡി, ബി ഹാപ്പി ഫസ്റ്റ് ആൻഡ് ബി ഹാപ്പി ഫോർ എവർ. അങ്കിൾ, will you marry me? അന്ന് ഞാൻ കരുതി പ്രായത്തിന്റെ പക്വതക്കുറവില് ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളൊരു പെൺകുട്ടി എടുത്തു ചാടി എടുത്ത തീരുമാനമാണെന്ന്. പക്ഷേ എനിക്ക് തെറ്റി. ആ കുട്ടിക്ക് എന്നില് വലിയൊരു പ്രതീക്ഷയും വിശ്വാസവുമായിരുന്നു. അന്നവള് പറഞ്ഞൊരു കാര്യമുണ്ട്. അങ്കിളിന് ഒരു കാര്യം അറിയാമോ? ചെറുപ്പകാലം തൊട്ട് സ്കൂളും വീടും അല്ലാണ്ട് ഞാൻ കണ്ടിട്ടുള്ള മൂന്നാമതൊരു വലിയ ലോകം എന്ന് പറയുന്നത് അങ്കിള് തന്നെ കുറച്ച് മിഠായികളുമാണ്. കാണുന്നവരുടെ കണ്ണിലെ തെറ്റും ശരിയും ഒന്നും അല്ലല്ലോ. ദിസ് ഈസ് മൈ ലൈഫ് ആൻഡ് ഇത് എൻ്റെ തീരുമാനമാണ്. வாழ்வென்றால் நீதான் என்று தீரைகள் சொன்னேன். இறைவே தோடும் பகல்கள் கரையை தோடும் திரையோடு சேரும். கண்ணீரில் ஆனந்தம் நான் காண்கிறேன். பாடாத்த வீணையின் பாடல்கள் நீ എന്റെ പണം വേണ്ടവരെടുത്തോട്ടോ. ഐ ആം എനർജറ്റിക് ദാൻ യെസ്റ്റർഡേ ആൻഡ് മോർ ഹാപ്പിയർ അറ്റ് ദിസ് മൊമെന്റ്. മിസ്റ്റർ അജിത്, ലൈഫ് എൻജോയ് ചെയ്യടോ. താങ്ക് യു സർ. ഗുഡ് ലക്ക് മാൻ. ഹലോ അജിത്, മോളോടെങ്കിലും ഒന്ന് സംസാരിക്കുമോ? ദാ പപ്പ. ഹലോ മോളെ, പപ്പ എന്നെയും മമ്മീനെ ഇട്ടേച്ച് പോവാണോ? മോൾ അമ്മയ്ക്കൊന്ന് ഫോൺ കൊടുത്തേ. പപ്പ അജിത്, പ്രിയ, shall we start loving from the very beginning? வாழ்வென்றால்